എലിസബത്ത് വിഷയം കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ ചാനലുകളിൽ ചർച്ച നിന്നിട്ട് എനിക്ക് തോന്നുന്നു അത് എലിസബത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു. തീർച്ചയായും. കാരണം എലിസബത്ത് ലാസ്റ്റ് വീഡിയോയിൽ, അതായത് ഈ ബാല എന്ന് പറയുന്ന നടൻ, അവരുടെ മുൻ ഭർത്താവ്, അവർക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്തതിന് ശേഷം 2 ദിവസം അവർ വന്നില്ല. ഓക്കെ, അതിന് മുമ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവേഴ്സ് കണക്കിന് വീഡിയോ ഇട്ടിരുന്ന അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് ഇട്ടിരുന്ന അവർ പിന്നെ ഒരു അനക്കമില്ല. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം അവർ വരുമ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന മീഡിയ, ഓൺലൈൻ മീഡിയ പ്രതീക്ഷിച്ചിരുന്നത് അവർ കുറെ കൂടെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ഓൺലൈനിലൂടെ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ അവർക്ക് പാടെ നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവരിരുന്ന് പറഞ്ഞത്, അവർ കുറ്റപ്പെടുത്തിയത് മുഴുവനും ഈ പറയപ്പെടുന്ന മുൻ ഭർത്താവിൻ്റെ മുൻ ഭാര്യയായിരുന്ന അമൃതയെയും അവരുടെ ഫാമിലിയെയും കുറ്റപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന എലിസബത്ത് അവിടെ അവരുടെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരുന്നത്. തൻ്റെ വോയിസ് ക്ലിപ്പ് ലീക്കാക്കി, തനിക്കെതിരെ സുഹൃത്തുക്കളാകാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല, അല്ലെങ്കിൽ ആണെന്ന് ആരാണ് പറയുന്നത്, ഞാൻ ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ട് എന്നോട് ഈ ക്രൂരത ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണലി ആയിട്ടാണ് എലിസബത്ത് അവിടെ ഇരുന്ന് സംസാരിച്ചത്. അതിനുശേഷം എലിസബത്ത് പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഈ വിഷയം ട്വിസ്റ്റഡ് ആയിപ്പോയി. അതായത് ബാലയുടെ ഒരുപാട് കാര്യങ്ങൾ അക്കം നിരത്തി പറഞ്ഞിരുന്ന എലിസബത്ത് ബാല ചെയ്തിരുന്ന അട്രോസിറ്റീസും മാരിറ്റൽ റേപ്പും അബ്യൂസിങ്ങും എല്ലാം ഈ പറയപ്പെടുന്ന അക്കമിട്ട് പറഞ്ഞ് തൻ്റെ അനുഭവ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന എലിസബത്ത് പിന്നീട് അങ്ങോട്ട് നേരത്തെ ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ച ഈ പറയപ്പെടുന്ന അമൃത, ഈ ഗായിക, മുൻ ഭാര്യയായ ഗായികയ്ക്കെതിരെ പിന്നെയും തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. പക്ഷേ എലിസബത്ത് വിഷയങ്ങൾ ട്വിസ്റ്റ് എലിസബത്ത് തന്നെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൾപ്രിറ്റ്, അതായത് എലിസബത്ത് തന്നെ ആരോപിച്ച എലിസബത്തെ മുൻ ഭർത്താവായ ബാല എന്ന കൾപ്രിറ്റ് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ എലിസബത്ത് ഇതിൽ നിന്ന് എന്താണ് നേടിയത്? എലിസബത്തിന് നീതി വേണ്ട എന്ന രീതിയിൽ എലിസബത്ത് എല്ലാം ഉപേക്ഷിച്ചു പോയോ? കാരണം എലിസബത്തിന്റെ ഈ ഒരു ട്വിസ്റ്റ് കാരണം പ്രമുഖ ചാനലൊക്കെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, മൂപ്പൻസ് എന്നൊക്കെ പറഞ്ഞ ചാനൽ സ്ഥിരമായിട്ട് എലിസബത്തിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ബാലയുടെ അട്രോസിറ്റീസ് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞാലാണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിലും മൂപ്പൻസ് ഒരു പ്രഖ്യാപനം ചെയ്തിരുന്നു ആ ചാനലുകാരൻ. ഇനി ഒരിക്കലും ഞാൻ ഒരു എലിസബത്തിൽ നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള അപ്ഡേറ്റ് വരുന്നവരെ എലിസബത്തിനെ കുറിച്ച് ഇനി ഒരു വീഡിയോ താൻ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ഈ നിമിഷം വരെയും പാലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതുവരെ അവരെ കുറിച്ച് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം സംഭവം ട്വിസ്റ്റഡായി. നേരെ പഴയ ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറയുന്ന പോലെ തുടക്കം എന്തായിരുന്നോ തുടങ്ങി വെച്ചത്, അതായത് ബാലയും അമൃതയും കൂടെ എന്താണോ തുടങ്ങി വെച്ചത് അത് തന്നെ എലിസബത്ത് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നീതി കിട്ടേണ്ട 2 പേർക്ക് നീതി ആരിൽ നിന്നാണോ കിട്ടേണ്ടത് അയാൾ ഇപ്പോൾ മാറിയിരുന്ന് കളി കണ്ട് രസിക്കുന്ന ഒരവസ്ഥ. അതെ, തീർച്ചയായും. ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമ്മൾ ആർക്കും സപ്പോർട്ട് അല്ല എന്ന് പറഞ്ഞു, പക്ഷേ എങ്കിലും നമ്മൾ എലിസബത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശാരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നടൻ അയാൾ പോയി കേസ് കൊടുത്തു, കമ്മീഷണർ ഓഫീസിൽ പോയി കേസ് കൊടുത്തു. വലിയ വാർത്തകളായിരുന്നു. മാധ്യമ ശ്രദ്ധ ഒരുപാട് നേടി. കൂടെ ഈ പറയുന്ന വൈഫും നിലവിലുള്ള ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എലിസബത്തിന് ഒരു ത്രെറ്റനിങ് പോലെ ഉണ്ടായെന്നും അതിനുശേഷം എലിസബത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന കാര്യങ്ങളടക്കം വന്ന് വീഡിയോയിൽ പറയുമ്പോഴും ഈ ഒരു കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ത്രൂ ഔട്ട് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ എലിസബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അതിനുശേഷം ഈ നടൻ്റെ ലാസ്റ്റ് വീഡിയോ അവരുടെ ഒരു ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ, ആ ചാനലിലെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എലിസബത്ത് എപ്പോഴാണോ വീഡിയോയിൽ വന്ന് ഈ പറയുന്ന മുൻ ഭാര്യയായ ഗായികയെ പറ്റി പറഞ്ഞത്, അന്നാണ് അവർ ആ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി ഒരു ഫുഡ് വ്ലോഗ് ചെയ്തത്. അതിനുശേഷം അവരും ഇത്രയും ദിവസം, ഈ ദിവസം 6 ഡേയ്സോളം കഴിഞ്ഞു, ഈ ദിവസം വരെ അവരും ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം അന്ന് അത്രയും ഹൈപ്പിൽ നിന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിഞ്ഞു, ഇവർ രണ്ടുപേരും എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ശാരി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ തേർഡ് പേഴ്സൺ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്നെ വെച്ച് തുടങ്ങിയതാണ്, ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഇപ്പൊ അവര് തമ്മിൽ ആയിക്കോളൂല്ലോ എന്നൊരു ആംഗിളിൽ നിൽക്കുക. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു കുക്കു എന്ന് പറയുന്ന ഒരു കഥാപാത്രം കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് മറ്റു ചില കമന്റ്സ് ഇടുന്ന ആളുകളുടെ പേരൊക്കെ എലിസബത്ത് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഓഡിയോ, അതെ, കസ്തൂരി, ഇപ്പൊ കസ്തൂരി കുക്കും ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരും. പക്ഷെ രണ്ട് ആൾക്കാരാണ്. പക്ഷെ ഈ കുക്കു കുറച്ചുകൂടെ ജെന്യുവൻ ആണെന്ന് തോന്നുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കുക്കു അല്ലെങ്കിൽ എലിസബത്ത് ആരോപിക്കുന്നത് വിശ്വസിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓഡിയോ ലീക്ക് ചെയ്തു, അല്ലെങ്കിൽ ഫോൺ സംഭാഷണം ചോർന്നു എന്നൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് ഇവർ പറയുന്നു. നമ്മൾ തുടക്കം തൊട്ട് ഇപ്പം എലിസബത്ത് ശ്രദ്ധിച്ചോണം, എലിസബത്ത് എന്നൊരു വ്യക്തി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തവരാണ്. കാരണം ഇത്രയും ധൈര്യം സംഭരിച്ച് ഇത്രയും ട്രോമകളിലൂടെ കടന്നുപോയി, ഡിപ്രഷൻ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇതെല്ലാം കടന്നു വന്ന് ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഗട്ട്സ് ഉള്ള ഒരു സ്ത്രീ. അപ്പം എലിസബത്ത് എന്ന വ്യക്തിയിലൂടെ അമൃതയ്ക്കും അമൃതയുടെ കുഞ്ഞിനും
നീതി കിട്ടുന്നെങ്കിൽ ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു, നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗായിക. പക്ഷേ അവർക്കും കൂടെ ഒരു നീതി കിട്ടണം, അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു സപ്പോർട്ട് ആളുകളിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയതിന് കാരണം എലിസബത്ത് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും ടാർഗറ്റ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയും. ഈവൻ നിങ്ങൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിൽ പോലും പബ്ലിക്കിന് മുന്നിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആർക്കാണോ എഗെയിൻസ്റ്റ് നിൽക്കുന്നത് ആ ആൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് ചെല്ലുക, അല്ലേ ശാരിക? അതെ, കാരണം ഇപ്പോൾ ഈ കുക്കുവിന്റെ വിഷയം, കുക്കു എന്ന് പറഞ്ഞ ആ കുട്ടി വ്ളോഗർ എന്നൊന്നോ വളരെ കുറച്ച് വീഡിയോസ് ഒക്കെ ആ കുട്ടി ഇട്ടത്. ആ കുട്ടി ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഈ ബാല എലിസബത്ത് അമൃത വിഷയത്തിൽ. അമൃതയെ കുറച്ചധികം ആൾക്കാർ അംഗീകരിക്കാനും അവർ തെറ്റുകാരി അല്ലെന്ന് ആൾക്കാർ സൈബർ ബുള്ളിങ് കുറച്ചെങ്കിലും നിർത്തിയത് ഈ കുക്കുവിന്റെ ഒരു വെളിപ്പെടുത്തൽ വീഡിയോയിലൂടെ. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2024 ഒക്ടോബർ ആ ഒരു മാസത്തിലാണ്, ഒക്ടോബർ തുടക്കമാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ. ആ വീഡിയോയെ കുറിച്ചാണ് ഇപ്പോൾ എലിസബത്ത്, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, അതായത് എലിസബത്ത് ഇങ്ങനെ ആരോപിക്കുമ്പോൾ ഞാനും ഈ ഓഡിയോ കുറെ ലീക്ക് തപ്പി നടന്നു. അതായത് ഇവർ എന്ത് ഓഡിയോയെ കുറിച്ചാണ് ഈ പറയുന്നത്, അപ്പൊ നമുക്കൊന്ന് കേൾക്കണ്ടേ എന്താണ് സംഭവം. ഞങ്ങൾ കുറച്ച് നാൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് നീതി കിട്ടണമെന്ന് വാദിക്കുകയും ചെയ്ത ചർച്ചക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ചർച്ച എന്താണ് എലിസബത്തിന്റെ വീഡിയോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഓഡിയോ ലീക്ഡ് എന്താണ് സംഭവം, ആരുടെ കയ്യിലാണ്, ഏത് ചാനലുകാരാണ്, ഈ കുക്കു തന്നെയാണോ അത് പുറത്തുവിട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടി തപ്പിയപ്പോഴാണ് അങ്ങനൊരു സംഭവം ഇല്ല. ആക്ച്വലി അങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനൊരു ഓഡിയോ ലീക്ക് ആയിട്ടില്ല. ഇത് 2024 ഒക്ടോബർ മാസത്തിൽ ഈ പറയപ്പെടുന്ന കുക്കു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചാനലിൽ അവർ തന്നെ കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് എലിസബത്ത് ചേച്ചി അല്ലെങ്കിൽ ഈ പറയുന്ന അമൃത ചേച്ചിയൊക്കെ കുറേ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്, അമൃത ചേച്ചിയുടെ അതേ പീഡനങ്ങൾ സഹിച്ച ആളാണ് എലിസബത്ത് ചേച്ചി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ കുക്കു പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുക്കുവിന് എന്തൊക്കെയോ ഇവരെ കുറിച്ച് അറിയാം. കുക്കുവായിട്ട് ഒരുപക്ഷെ ഈ പറയുന്ന അമൃതയ്ക്കും അഭിരാമിക്കും എലിസബത്തിനും ഒക്കെ ഈ പറയുന്ന ഒരു സൗഹൃദം ഉണ്ടായിരുന്നിരിക്കാം. അല്ലാതെ എങ്ങനെയാണ് ഒരു ചുമ്മാ ഒരു വന്നിട്ട് അങ്ങനെ പറയത്തില്ല. അമൃത ചേച്ചി എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ബന്ധമുള്ള ആളായിരിക്കാം. എനിവേ അത് നമ്മുടെ വിഷയമല്ല ഇവിടെ. പക്ഷെ അതിനകത്ത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് സംഭാഷിക്കുന്നില്ല. അവരതിനകത്ത് കൂടുതലും പറയുന്നത് ഒരുപാട് പീഡനങ്ങൾ വെറും ചെറുപ്രായത്തിൽ അമൃത അനുഭവിച്ച ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങളാണ് ഈ പറയപ്പെടുന്ന കുക്കു എന്ന് പറയുന്ന വ്യക്തി ആ ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. അതുപോലെ തന്നെ എലിസബത്തും അനുഭവിക്കുകയുണ്ടായി എന്ന് അവരതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ വേറൊന്നും ഞാൻ ആ വീഡിയോ കുത്തിട്ടെന്ന് കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എലിസബത്ത് ഒരു ഡിസംബർ തൊട്ട് ഒരു ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി പകുതി അല്ലെങ്കിൽ മാർച്ച് തുടക്കം വരെ ഇട്ടിരുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതിലെന്താണ് അവരുടെ പേഴ്സണൽ ടോക്ക്, അവിടെ എവിടെയാണ് അത് പുറത്തേക്ക് ലീക്ക് ചെയ്തതെന്ന് എലിസബത്ത് ഒന്ന് വ്യക്തമാക്കണം. അപ്പോൾ ഇങ്ങനൊരു വിഷയം എന്തിനായിരിക്കാം എലിസബത്ത് പിന്നെ എടുത്തിരുന്നത്? എന്നെ ഇവർ ചതിച്ചു, എൻ്റെ കാര്യങ്ങൾ വന്ന് ഇവർ പറയുന്നു എന്ന് പറയുമ്പോൾ എലിസബത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എലിസബത്തിന് ഈ സ്വപ്നം കാണുമ്പോൾ വന്നിരുന്ന് ഈ പറയാനുള്ളൊരു കാര്യമാണോ ഇതല്ല? കാരണം നമ്മൾ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് എലിസബത്തിന്റെ സങ്കടങ്ങൾ, ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എലിസബത്തിനോട് നമുക്ക് സിമ്പതി തോന്നുന്നു. അയ്യോ അമൃതയെ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചില്ലല്ലോ, അമൃത ഇതൊക്കെ തന്നെയല്ലേ അമൃതയും വന്നിരുന്ന് പറഞ്ഞു. പക്ഷെ അമൃതയ്ക്ക് പറയുന്നതിന് ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ ഒരു ഡിവോഴ്സ് എഗ്രിമെന്റിൽ ആവശ്യമില്ലാത്ത ഡിഫമേഷൻസ് സംസാരിക്കുന്നത് കുട്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കസ്റ്റഡിയിൽ വിഷയങ്ങളൊക്കെ അതൊക്കെ ബാധിക്കും. കാരണം നമ്മളൊരു എഗ്രിമെന്റ് കോടതിയിൽ കൊടുക്കുന്ന എഗ്രിമെന്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് അത് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി എഴുതാം. ഈ പറയുന്ന ബാലയ്ക്ക് അവർക്കെതിരെ കേസ് വലിയ എന്നോട് അന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം എന്നെ കുറിച്ച് മോശം പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവർ പിന്നെ ഇപ്പോൾ തുടരുന്നു എന്ന് പറഞ്ഞാൽ അമൃത എന്ത് ചെയ്യും? അമൃതയ്ക്ക് ആകെ ഉള്ളത് പാപ്പു അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അമൃതയുടെ മകൾ മാത്രമാണ്. സോ അവരതിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്ന പറയുന്നത്. ഓരോ പ്രാവശ്യം വന്നിരുന്ന് കരയുന്നതും അതിനുവേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അവരതുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നില്ല അമൃത ഇതിനെക്കുറിച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളും ഈ എലിസബത്തിന്റെ പേരും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എവിടെയാണ് എലിസബത്ത് വ്യക്തമാക്കണം ഈ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന സംഭവം എവിടുന്നാണ് എലിസബത്തിന് കണ്ടത്? എലിസബത്ത് ആരുടെ യൂട്യൂബ് ചാനലിലാണ് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് കണ്ടതെന്ന് വ്യക്തമാക്കണം. ഇപ്പം ശാരിക ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓഡിയോ അല്ലെങ്കിൽ നോർമലി കോൾ റെക്കോർഡിംഗ് വല്ലതും ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കേട്ട വ്യക്തിയാണ് ഈ ഗായിക സ്വാഭാവികമായിട്ട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണോട് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം ഇന്ന വ്യക്തി കടന്നു പോയിട്ടുണ്ടെന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് അത് അങ്ങനെ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വിശ്വസനീയമായിട്ടുള്ള ഒരാളാണ് ഈ കാര്യം പറയുന്നത്. ഈ പറയുന്ന എലിസബത്തുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തത് കൊണ്ടാണല്ലോ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തെന്നും അത് ലീക്ക് ചെയ്തെന്നും എലിസബത്ത് അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ ഗായിക അമൃത ഈ പറയുന്ന കുക്കുവിനോടോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയോടോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരോടെങ്കിലുമോ ഈ കാര്യം ഷെയർ ചെയ്യുകയും അതുവഴി ഒറ്റ വാക്കിൽ അറിഞ്ഞു കാണും, ഓക്കെ താൻ കടന്നു പോയ വഴികളിലൂടെ തന്നെയാണ് എലിസബത്ത് കടന്നു പോയത്. അങ്ങനെയാണെങ്കിൽ ആ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ റെക്കോർഡ് ചെയ്ത കോള് മറ്റാർക്കെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടോ അതിനും തെളിവുകളില്ല. അപ്പോൾ ആകെ സാധ്യത ഇപ്പം എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മളിപ്പോൾ അന്വേഷിച്ചിട്ടോ അല്ല നോക്കിയിട്ടോ ഒന്നും ഇങ്ങനൊരു ലീക്കായ റെക്കോർഡിങ്സ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒന്നെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കാണും, ഒന്നെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കാണും, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കാണും ഒരുപക്ഷെ എന്നെക്കാളും മുകളിലായിരിക്കും എലിസബത്ത് അനുഭവിച്ചത്, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയാണ് എലിസബത്ത് അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ അത് വിശ്വസനീയമായ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അയ്യോ ചേച്ചി അനുഭവിച്ചത്, അതായത് അമൃത എന്ന് പറയുന്ന വ്യക്തി ഇത്രയും അനുഭവിച്ചത് ബാക്കിയുള്ളവർക്ക് അറിയാം. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തു നോക്കുമ്പോൾ അയ്യോ അത്രയും തന്നെ ഈ എലിസബത്ത് ചേച്ചിയും അനുഭവിച്ചിട്ടുണ്ടോ എന്ന രീതിയിലാണ് കുക്കു പറഞ്ഞതെന്ന് കുക്കു തന്നെ അടുത്തൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊരിക്കലും എലിസബത്തിനെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എലിസബത്തിനെ കോർണർ ചെയ്തോ സംസാരിച്ചിട്ടില്ല. എപ്പോഴും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എലിസബത്ത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാണെങ്കിലും അങ്ങനെ നമ്മുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു മോശം അവസ്ഥ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നെ പോലെ അങ്ങനെ വരല്ലേ എന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അതേ സെയിം സിറ്റുവേഷനിൽ കടന്നു പോവുകയാണെങ്കിൽ നമ്മളും ആണെങ്കിലും പറയും അയ്യോ എന്നെ പോലെ ഞാൻ മാത്രമല്ല ഇവരും ഈ അവസ്ഥയിലൂടെ. അപ്പോൾ അതിനെയൊന്നും നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഇനിയിപ്പം പറയുന്ന പോലെ പല കോണുകളിൽ നിന്ന് പറയുന്നുണ്ട് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ ആളുകളുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീതി കിട്ടില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് ബോധപൂർവം ആർക്കെതിരെയാണോ രണ്ടുപേരും നിൽക്കുന്നത്, അപ്പോൾ ഒരാൾക്ക് ലീഗലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, മറ്റേ ആൾക്ക് തൽക്കാലം നിലവിൽ അങ്ങനെ ശ്രദ്ധിക്കാനില്ല. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാല എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ നടനെ എക്സ്പോസ് ചെയ്യുക, സമൂഹം അറിയുക എന്നുള്ളതാണ്. നിങ്ങൾ അത് തുടർച്ചയായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് വരികയും ചെയ്തു. അതെ, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അതാണ് എന്താണോ നിങ്ങൾ ആ ഒരു പ്ലാനിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തതിന് ശേഷം കേസ് കൊടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം, എന്താണോ നിങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കുന്ന ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺട്രവേഴ്സീസ് ഒഴിവാക്കിയിട്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം സാധ്യമാക്കിയെടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നീതി ലഭിക്കാനും പറ്റും.